എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്നാണ് തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓഥൻറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ളതും അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതും. പക്ഷേ ഇത് മറ്റൊരു രീതിയിലാണ്. നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്. അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു സോസ് പാനിലേക്ക് ഒരു 3 കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അതിനുശേഷം ശർക്കര നന്നായിട്ട് അരിച്ച് അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് കളഞ്ഞ് മാറ്റി വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ എന്ന് പറയുമ്പം വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പഴം, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ അല്ലാന്നുണ്ടെങ്കിൽ ചിക്വിറ്റ എന്നൊക്കെ പറയും. പകരം നിങ്ങൾക്ക് പാളയംകോടൻ, ഞാലിപ്പൂവൻ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അരക്കപ്പ് വെള്ളം നിങ്ങൾ നോക്കിയിട്ട് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 4 ഏലക്കയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത്, ഒരുപാട് ലൂസാകരുത്. അരക്കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് നെയ്യിൽ ഒരു 1.5 ടീസ്പൂൺ കറുത്ത എള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെയ്യിൽ എള്ളൊന്ന് വറുത്തിട്ട് ഉണ്ണിയപ്പത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എള്ളിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിടാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയാണ് ഇതിൽ നമ്മൾ എടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. പക്ഷേ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ണിയപ്പത്തിന് കിട്ടും. അതുകൊണ്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കിട്ടുന്ന ശർക്കരയിൽ ഒട്ടും തന്നെ അഴുക്കില്ലാത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരുപാട് മാവ് കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ നെയ്യിൽ എള്ള് വറുത്തത് ചൂടോടെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എള്ളിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറുത്ത് ഇതിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങളൊരു തവണ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ. ഇനി നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് ഒരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർത്തുകയാണ്. നമ്മൾ ഇത് ഉണ്ണിയപ്പക്കാരയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഒഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ണിയപ്പക്കാരയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ആക്കിയെടുക്കാം. ഗ്ലാസ്സിലിങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണ്. തീ മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ചെറുതീയിലിട്ട് നമുക്കിത് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ആകുമ്പം ചിലർക്കത് ഇഷ്ടമാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3-4 ദിവസമൊക്കെ കേടാകാതെ ഇരിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്